വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ചടങ്ങാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ വർഷത്തിലും 2 പ്രാവശ്യം ചെയ്യുന്ന ചടങ്ങ് എന്താണെന്നറിയോ? സമ്മറിന്റെ ഡ്രസ്സ് എടുത്ത് സ്യൂട്ട് കേസിലിടുക, എന്നിട്ട് വിന്ററിന്റെ ഡ്രസ്സ് എടുത്ത് നമ്മൾ തിരിച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് യൂറോപ്പിലെ ഒരു പ്രശ്നം. കാരണം സമ്മറിന്റെ ഡ്രസ്സ് നമ്മൾ ജസ്റ്റ് 1-2 മന്ത്സിന് വേണ്ടി മാത്രം ആയിരിക്കും, പിന്നെ ബാക്കിയെല്ലാം നമ്മൾ വിന്ററിന്റെ ഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ പ്രാന്ത് എടുക്കും, കാരണം എനിക്ക് ഓൾറെഡി കുറേ ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യണ്ടേ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിനകത്ത് ചില ഡ്രസ്സ് ഞാൻ ജസ്റ്റ് 1-2 ടൈംസ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇട്ടാത്ത പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, ഞാൻ അയച്ചു തന്നതായിരിക്കും. അപ്പോൾ നമ്മളത് ചിലപ്പോൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും, ഏതൊക്കെ ഡ്രസ്സുകളിൽ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ അയച്ചു തന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ, ഈ സ്യൂട്ട് കേസിൽ വിന്റർ ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രസ്സെല്ലാം നമ്മൾ ഇനി മാറ്റി മറിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാണ് ഫേവറേറ്റ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അട്ടുപാവാട. അപ്പോൾ ഇതെൻ്റെ ബ്ലൗസും പിന്നെ എൻ്റെ പാവാടയാണ്. ഇത് എനിക്ക് ഓണത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും സമ്മറിനല്ല എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് ഇവിടേക്ക് വയ്ക്കാം. ഇവിടെ സമ്മർ, ഇവിടെ വിൻ്റർ, ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. പിന്നെ ഈ ഒരെണ്ണം സമ്മർ. പിന്നെ ഇത് രണ്ടും ആക്ച്വലി വിൻ്ററിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ ഇത് തിന്നാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വിൻ്ററിലാണ്. ഇപ്പോൾ വിൻ്ററിലാണ്, കാരണം നെക്കൊക്കെ കവർ ചെയ്യും, ഫുൾ ഹാൻഡ് വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വിൻ്ററിലേക്ക് മാറ്റാം. പിന്നെ ഒരു ടോപ്പ്, ഇത് സമ്മറിലാണ്, കാരണം ഇത് ഹാഫ് ഹൈ ആണ്. ഹൈ അല്ല, കൈ. മലയാളത്തിൽ തെറ്റി തുടങ്ങുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. പിന്നെ ഇതും അതുപോലെ തന്നെയാണ്, ഫുൾ ഹാൻഡാണ്. അപ്പോൾ നമുക്ക് വിൻ്ററിലേക്കും. പിന്നെ ഈ 4 ഹാഫ് ഹാൻഡാണ്. അപ്പോൾ ഇത് സമ്മറിലേക്കുമാണ്. പിന്നെ ഇതെൻ്റെ ഒരു ഫ്രോക്കാണ്, ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഇട്ടത്. ഇതും സമ്മറിലേക്ക് പോകും. ഓക്കെ, ഇത് 4 ഫുൾ ഹാൻഡഡ് ആണ്. ഇത് സ്വെറ്ററൊക്കെ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വിൻ്ററിലേക്ക് പോകും. ജസ്റ്റ് എല്ലാം കാണിച്ചു തരാം. പർപ്പിൾ, പിന്നെ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളത് റെഡ്, പിന്നെ ഒരു ബ്ലൂ ആൻഡ് പീച്ച്. പിന്നെ ഒരു സ്വെറ്ററാണ്. ഇത് ഫുൾ നെക്കും കൈയൊക്കെ കവർ ചെയ്യുന്നതാണ്. പിന്നെ ഇത് എൻ്റെ ജംസ്യൂട്ടാണിത്, ജംസ്യൂട്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തിട്ടാ സമ്മറിലേ ഇടാൻ പറ്റത്തുള്ളൂ. ഇതൊരു പാൻസ് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഡാൻസിൽ. ഇതൊരെണ്ണം എൻ്റെ കൂടെ ഒരു ബനിയനും. ഇത് നമുക്ക് വിൻ്ററിൽ ഇടാൻ വേണ്ടിയാണ്. ഇതെല്ലാം ഇങ്ങോട്ടേക്ക് പോകും. പിന്നെ ഇതൊരു ജാക്കറ്റാണ്, ജീൻസ് പോലത്തെ ജീൻസ്. ഇത് നമുക്ക് വിൻ്ററിൽ ഇടാൻ പറ്റുന്ന സൈഡിലേക്ക് പോകും. ഇതും കണ്ടിട്ടാവും നിങ്ങൾ. ഈ ഒരെണ്ണം നമ്മൾ വിൻ്ററിലേക്ക് പോകും. പിന്നൊരു ജീൻസൊക്കെ സമ്മറിലും വിൻ്ററിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ജീൻസ് വിൻ്ററിലേക്ക് പോകും. പിന്നെ എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സ്വെറ്റർ. ഇത് എന്തായാലും അറിയാം, കാണുമ്പോൾ വിൻ്റർ. എൻ്റെ അടുത്ത ഫേവറേറ്റ് ആയിട്ടുള്ളത് വിൻ്റർ. വീണ്ടും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് വിൻ്റർ. എല്ലാം വിൻ്ററിലുള്ളതാണ്. വിൻ്ററിലെല്ലാം എനിക്ക് ഇങ്ങനത്തെയാണ് ഇഷ്ടം. ഇനി ഇതൊരു വീട്ടിലിടുന്ന പാൻറ്റാണ്. ഇത് നമ്മൾ ഫുൾ ഇതാണ്. അപ്പോൾ ഇത് വിൻ്റർ. പിന്നെ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ വിൻ്റർ. പിന്നെ ഇതൊരു സ്കേർട്ടല്ല, ഇതൊരു ഫുള്ളായിട്ടുള്ള എന്തോ ഒരു ടൈപ്പ് ഡ്രസ്സാണ്. പിയോറാണ്. ഇത് ഞാൻ സമ്മറിലാണ്. ഓക്കെ, പിന്നെ അതായിട്ടൊരു പുള്ളോവർ ഉണ്ട്. ഇത് വിൻ്ററിലേക്ക് പോകും. വിൻ്ററിൽ അത്യാവശ്യം കുറേ ഡ്രസ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ വീട്ടിലിടാനായിട്ടുള്ള പാൻ്റാണ്.
ലോങ് ആയിട്ടുള്ളത്. ഇത് ഇന്നറിലേക്ക് പോകും. പിന്നെ ഒരു ടോപ്പ്, ഇത് സമ്മറിലേക്ക് പോകും. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു പീച്ച് കളറ്, അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവിടെ നമുക്കൊരു ഫെദർ ഉണ്ട്, കണ്ടോ? നേരത്തെ നിങ്ങൾക്കൊരു ഡ്രസ്സ് പോലത്തെ കാണിച്ചില്ലേ, അതിൻ്റെ പല ഒരേപോലെയൊക്കെ ഉള്ളത് ഫിംഗർ ആയിട്ടുള്ളതാണ് ഈ ഒരു ബ്ലാക്ക്. പിന്നെ ഒരു ഗ്രീൻ, പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സൈഡിൽ നെറ്റ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് ആക്ച്വലി. പിന്നെ അതുപോലെ തന്നെ ഒരു പീച്ച് ഫെദറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ എനിക്ക് ടോട്ടൽ 6 ഉണ്ട്. അതിനകത്ത് 5 ഞാനിപ്പോൾ കാണിച്ചു. 6ാമത്തത് നമുക്ക് നോക്കണം. ഇതെല്ലാം സമ്മറിലേക്ക് പോകും. പിന്നെ ഇതൊരു ജീൻസ് ആണ്, പക്ഷെ ഇത് സ്മോൾ ആണ്. എനിക്കിത് ചേർത്തില്ല, പക്ഷെ ഇത് കളറൊക്കെ പോയതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും തന്നെ നമുക്കിത് കളയാം. ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് അത്രയും സാധനങ്ങളുണ്ട്, സ്റ്റാക്കിനുള്ള സാധനങ്ങൾ. നമുക്ക് അതൊക്കെ നമുക്ക് എടുക്കാം. ഇവിടെ ബെഡിൽ ഉണ്ടായിരുന്ന എല്ലാം ക്ലീൻ ആക്കി ഈ വിൻ്ററിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ മടക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമുക്കിതൊക്കെ മടക്കാം. ഇപ്പം ഓരോതായിട്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ ഒരെണ്ണവും പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, സ്വെറ്ററാണേ. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇവിടെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തും അതെ, പക്ഷെ ഇതൊന്നല്ല, അവിടെ ഒരു ലോഡ് ഉണ്ടെങ്കിൽ അതെല്ലാം മടക്കി വെക്കണം. ഇനി നമുക്ക് ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാം. അയ്യോ, ഞാൻ എവിടെ ഇരിക്കണോ? എല്ലാം എടുത്താ നമുക്ക് ഇനി എല്ലാം എടുത്താൽ അപ്പുറത്തേക്ക് വെക്കാം. ഓക്കെ, ഇത്ര നമുക്ക് ഇനി മടക്കാം. അടുത്ത യുദ്ധത്തിനുള്ള സമയം ആവാറായി. പാകമുള്ളതൊരു ബ്ലാക്ക് ടീഷർട്ടാണ്. ഇത് ഞാൻ വീട്ടിലകത്ത് തന്നെയാണ്. ബട്ട് നൗ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് സമ്മർ. പിന്നെ ഇതൊരു യെല്ലോ ഷെയ്ഡ് ജീൻസ് ആണ്. എനിക്ക് കളറുള്ള ജീൻസ് എനിക്ക് ഇഷ്ടമല്ല. ബ്ലൂ ബ്ലാക്ക് അതാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഇതെന്തായാലും വിൻ്ററിലേക്ക് നമുക്ക് വെക്കണം. പിന്നെ ഇത് ബ്രാൻഡ് ന്യൂ ജീൻസ് ആണ് ഗൈസ്, പക്ഷേ എനിക്ക് കുഞ്ഞതാണിത്. നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ ഉള്ളത് ഒരു, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ഒരു യെല്ലോ ഷെയ്ഡുള്ള ഒരു ഡ്രസ്സ്. ഇത് ഞാൻ ഡാൻസ് വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഇത് ഡാൻസ് എടുക്കുമ്പോൾ ഇതാണ് ഞാൻ വിൻ്ററിലേക്ക് ഉള്ള സൈഡിലേക്കാണ് ഞാൻ വെക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റെഡും ഇതും ഞാൻ വിൻ്ററിലേക്കാണ് വെക്കുകയാണ്. പിന്നെ ഇതൊരു ജംസ്യൂട്ട്. ഇതെനിക്ക് സമ്മറിലേ ഇടാൻ പറ്റത്തുള്ളൂ, കാരണം ഇത് ഷോർട്ടാണ്. പിന്നെ ഇതും ഞാൻ ഡാൻസിന് ഇട്ടുണ്ട്. അപ്പം ഞാൻ വിൻ്ററിലേക്ക് വെക്കുന്നു. ഓ ഗൈസ്, ഇന്ന് ഇവിടെ ഒരു ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സൗണ്ട് കേൾക്കാനൊക്കെ പറ്റും കേട്ടോ. കുറേ ഗെയിംസ് ഒക്കെ ആയിട്ട് നല്ല രസമാണ് അത്. അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, സൗണ്ട് എനിക്ക് കേൾക്കാം. ഇതും ഡാൻസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്കിതൊക്കെ വിൻ്റർ സൈഡിലേക്കാണ് വെക്കുന്നത്. ടവലുണ്ട് ഈ കൂട്ടത്തിൽ. പിന്നെ ഒരു വിൻ്റർ ഡ്രസ്. പക്ഷെ ഇതെന്താണെന്ന് പറയുക, എനിക്ക് ഇങ്ങനത്തെ വിൻ്ററിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഒക്കെ ഉണ്ടാവും ഡിസൈൻ ആയിട്ട്. അതുകൊണ്ട് എനിക്ക് തണുപ്പ് ഇതൊക്കെ ഇട്ടാൽ ഞാൻ കാരണം. പിന്നെ വിൻ്ററിലേക്ക് ഒരു ഗ്രീൻ വിൻ്റർ. പിന്നെ ഈ ഒരു ജീൻസ്
വിന്റർ. പിന്നെ ഈ ഒരു ഡ്രസ് ഇതും സമ്മറിലേക്ക് ഞാൻ മാറ്റുന്നത്, കാരണം ഇത് ഞാൻ ഒത്തിരി ഇടാറില്ല. പിന്നെ ഇത് ഒരു ഷോർട്സ് ആണ്. ഞാൻ ഈ ഷോർട്സ് ഒന്നും ഇടത്തില്ല, അതുകൊണ്ട് ഇതൊക്കെ സമ്മറിലേക്ക് വെക്കാം. തന്നെ നേരത്തെ ഒരു യെല്ലോൻ്റെ കാണിച്ചോളെ തന്നെ ഒരു ഗ്രീനും ബ്ലൂ ഒക്കെ മിക്സ് ചെയ്ത പോലത്തെ ഒരു കളർ ഇത് നമുക്ക് വെച്ചിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇത് ഒത്തിരി മടക്കാനില്ല കേട്ടോ, കുറച്ചുകൂടെ മടക്കാനായിട്ട്. നമുക്ക് എന്തായാലും മടക്കിയിട്ട് വരാം. മൂന്നാമത്തെ വറുത്തിരിക്കുവാണ്. ഈ മൂന്നാമത്തേന് ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇതൊക്കെ എടുത്തിടാം. അയ്യോ ദേ പോണു. ഓക്കെ, ഞാൻ ഉള്ളതെല്ലാം ഇടാം. ഇനി നാലാമത്തെ പിന്നെ സർപ്രൈസ് മാറ്റിയെടുക്കുന്നില്ല. ഓക്കെ, അപ്പം എല്ലാം എടുത്തുണ്ട് ഞാൻ. പിന്നെ ഫൈനൽ വാറാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇത് ലെഗിൻസ് ആണ്. ലെഗിൻസിന് അങ്ങനെ യൂസ് ചെയ്യാറില്ലാണ്ട് നമുക്ക് പുറത്തേക്ക് സമ്മറിലേക്ക് ഇടാം. പിന്നെ ഇതൊരു വൈറ്റ് ഡ്രസ്. ഇത് ആക്ച്വലി ഞാൻ ഇടാറില്ല ഇത്, ആൻഡ് ഇത് നമുക്ക് സമ്മറിലേക്ക് ഇടാം. പിന്നെ ഇതൊരു ബ്ലാക്ക് ഡ്രസ്. ഇത് ഞാനൊരു ഡാൻസ് വീഡിയോയിൽ ഇട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് സമ്മറിലേക്ക് വെക്കാം. പിന്നെ ഇതൊരു ഞാൻ ഈ ഒരു ഡ്രസ് എൻ്റെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേയുടെ അന്നിനായിട്ടായിരുന്നാണ്. പാരീസിൽ പോയപ്പോഴല്ല കേട്ടോ, അല്ലാണ്ട് കേക്ക് കട്ടിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ ഇട്ട ഡ്രസ്സാണ്. നമുക്ക് സമ്മറിലേക്ക് വെക്കാം. പിന്നെ ഇത് മറ്റേ ജംപ് സ്യൂട്ടിനെ വിത്തിടാനാണ്. ജംപ് സ്യൂട്ട് നാപ്പ് ഇടാണ്, അപ്പോൾ നമുക്ക് സമ്മറിലേക്ക് വെക്കാം. എഗെയിൻ ടവൽ. പിന്നെ ഇതൊരു സ്കിന്നി ആയിട്ടുള്ളൊരു ബ്ലാക്ക് ജീൻസ് ആണ്. പിന്നെ ഇതൊരു വൈറ്റ് ജീൻസ്. അൺഫോർച്ചുനേറ്റ്ലി ഇതെനിക്ക് കുഞ്ഞാണ്. പിന്നെ ഇതൊരു മാച്ചിങ് ഡ്രസ്. ഇതും ഞാൻ മിക്കതും എന്താ ഡാൻസിന് ഇട്ടേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു ബ്ലൂ കളറിലൊരു ടോപ്പ്. നമുക്ക് വിന്ററിൽ ഇടാനുള്ളതാണ്. ഇതിലൊക്കെ വെക്കാം. അപ്പം ഇതൊരു ജംപ് സ്യൂട്ടാണ്, ബട്ട് എനിക്ക് ഇതും കുഞ്ഞതാണ്. ഇപ്പോൾ ഇത് എൻ്റെ ഇട്ടിരുന്ന ഒരു ഇതാണ്. പിന്നെ ഒരു പുള്ളോവർ. ഇത് വിന്ററിലേക്ക് പോകും. പിന്നെ ഈ ഒരു മെഗാ ഫ്രോക്ക്. ഇത് സമ്മറിലേക്ക് പോകും. നല്ല വെയിറ്റ് ഉണ്ടാവില്ല ഇതിട്ട് ഞാൻ. പിന്നെ എൻ്റെ സമ്മറിലേക്ക് ഉള്ള നിക്ക് വീട്ടിൽ നിന്ന് സമ്മർ. പിന്നെ എൻ്റെ സ്വിമ്മിങ് സ്യൂട്ട്. അപ്പോൾ ഞാൻ സ്വിമ്മിങ് ഉണ്ട് കേട്ടോ. എനിക്ക് സ്കൂളിൽ ആഴ്ചയിൽ ഒരു ദിവസം തേഴ്സ്ഡേ എനിക്ക് സ്വിമ്മിങ് ഉണ്ട് 2 hours. അപ്പം അതിന് വേണ്ടിയാണ് എനിക്ക് സ്വിമ്മിങ്. അങ്ങനെ ഞാൻ പഠിച്ച് വരണ്ട് കേട്ടോ. പക്ഷെ പിന്നെ ഇത് സമ്മറിലുള്ളത്. പിന്നെ ഇതൊരു ടോപ്പാണ്. ഹാഫ് ഹാൻഡ് ആട്ടോ ഇതുപോലത്തെ. പക്ഷെ ഇങ്ങനത്തെ ഒന്നും ഇട്ടാൻ പോകണല്ലോ സമ്മർ. പിന്നൊരു ഡ്രസ് സമ്മർ. പിന്നൊരു ബാഗി ജീൻ.
വിഞ്ചർ നമുക്കൊരു ഇത് അത്യാവശ്യം മടക്കി വയ്ക്കാനുണ്ട്. അപ്പം മടക്കി വെച്ചിട്ടും വരാം. എല്ലാം പിന്നെ എടുത്ത് വയ്ക്കാം. ഈ ഒരു കാര്യത്തിൽ ഇത്തിരി മോശമാണ്. അതെന്തൊക്കെ കിടക്കുന്നു. അപ്പം ഇതിന്ന് ഞാനൊരു നിക്കർ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് ഇങ്ങനെ ചൂടൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഇടാനായിട്ട് ഞാൻ ചെയ്തത് ബ്ലാക്ക് ഡ്രസ് ഞാൻ ഇതുവരെ പിന്നെ പാക്ക് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം പാക്ക് ചെയ്യുന്നത്. ജംസ്യൂട്ട് നമ്പർ 2. അപ്പോൾ ഏകദേശം ഫില്ലായി തുടങ്ങിയിട്ട്. പക്ഷെ നമുക്ക് സ്പേസ് വയ്ക്കാം. സ്പേസ് ഉണ്ട്. കുഞ്ഞു ഡ്രസ്സൊക്കെ സൈഡ് നമുക്ക് വയ്ക്കാം. ഇപ്പം നമ്മുടെ ഏകദേശം ഫില്ലായി. അയ്യോ ചെറുതായിട്ട് അവിടെ നിന്നൊക്കെ പോകുന്നു. ഇതുകൂടെ വെച്ചാൽ ഇവിടെ നമുക്ക് തീരുന്നു. ഇവിടെ ഫില്ലായിട്ട് ഇനി ഇവിടെ മാറ്റാൻ പറ്റില്ല. ഇവിടെ നമുക്ക് വലിയ ഡ്രസ് ഉണ്ട്. സൈഡിലെടുത്തത് അപ്പോൾ നമ്മൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു 2 എണ്ണം കൂടി ഉണ്ട്. ഒരു യെല്ലോയും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കുർബാന സ്വീകരത്തിൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ട് വൈറ്റ്. ഇത് 2 കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അത് യെല്ലോ വയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. അതുകൊണ്ട് അത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മുകളിൽ വയ്ക്കാൻ എല്ലാം പപ്പാണ്. നമുക്കിത് ആയോ ഇത് നിറഞ്ഞു. നമുക്കിത് അടയ്ക്കാം. വേറെ ഇതിനകത്ത് നിൽക്കാനില്ല. ഈ കിടക്കുന്നതെല്ലാം അങ്ങനത്തെ കൊടുക്കാൻ വേണ്ടിയുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ട് ഫസ്റ്റ് ഈ ഒരു ഡ്രസ് ഉണ്ട്. ഇതൊരു 10-11 ഇയേഴ്സ് ഓൾഡിന് മഞ്ഞൊരു ഡ്രസ്സാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഡ്രസ്സ് കുറച്ച് ഫാഷനാണ്. ഇത് അത്യാവശ്യം എന്തുട്ടാ വലിയ ആൾക്കാർക്ക് ഇടാൻ പറ്റുന്നതാണ്. ഒരു 14 ആ ഒരു ഏജ് ഒക്കെ ഉള്ളവർക്ക് ഇടാൻ പറ്റും. ഇത് ഇതൊരു 9-10 ഓൾഡ് തന്നെ. ഇത് ആക്ച്വലി ഡെക്കാത്തലോണിൻ്റെ ഒരു ഇതാണ്, ഷോർട്സ് ആണ്. ഇത് ഏകദേശം ഒരു 8-9 ഇയേഴ്സിന് പറഞ്ഞത്. ഈ ഒരു ഷോർട്സ് ഉണ്ട്. 5 ഒരു ടോപ്പും ഉണ്ട്. ഇതൊരെണ്ണം, ഈ ഒരു ടോപ്പ്. ഇതൊരു 8-9 വയസ്സ് വരും. ഇത് വന്നില്ലെങ്കിൽ ഒരു 10 വയസ്സൊക്കെ ഉള്ളവർക്ക് കൂടാന്ന് കേട്ടോ. ഇതൊരു 8 വയസ്സൊക്കെ ഉള്ളവർക്ക്. ഇത് ഞാൻ നേരത്തെ അഞ്ചാമത്തെ ഒരു ഡ്രസ്സാണ്. ഇതൊരു 10-11 ഇയേഴ്സ് ഒക്കെ ഉള്ളത്. ഈ ഒരു ജീൻ ഒരു 9-10 വയസ്സുള്ള. ഒരു ഹുഡി, ഇതൊരു 9-10 വയസ്സ്. ഒരു ജീൻസ്,
ഏജ് എഴുതിയിട്ടില്ല. എൻ്റെ സൈസ് 30. സൈസ് 30. ഒരെണ്ണം ഒരു 7, 8 ആ ഒരു ഏജ്. അതത് ഒരെണ്ണം 10-11 വയസ്സുള്ളവർക്ക് ഒരു ജാക്കറ്റ്. ഇതൊരു 9-10 years. ഈ ഒരെണ്ണം ഇത് വയസ്സില്ല, 30 സൈസ്. ഒരെണ്ണം കൂടി ഉണ്ട്, ഇതും ഡക്കാത്തലോന്നാണ്. മറ്റൊന്നും കൊടുത്ത. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡ്രസ്സ്. അപ്പോൾ ഇത് വാഷ് ചെയ്ത് അയൺ ചെയ്തായിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചെന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് സെൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അയച്ചതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ഇതെല്ലാം ഒന്ന് ഒതുക്കി ഓർഗനൈസ് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.